ഈ ചൂട് കാലത്ത് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നമ്മുടെ ഷൂസല്ല നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്നത്, സാധാരണയുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകാറാണ് പതിവ്. അപ്പോഴത്തേക്കും ഇങ്ങനെ ടാൻ വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻസ് ഇപ്പം ഇത്രയും നമുക്ക് ചിലപ്പോൾ അടഞ്ഞിരിക്കും, ഇവിടെയും ചിലപ്പോൾ കവറായിട്ടിരിക്കും, ഈ ഒരു ഭാഗം നന്നായിട്ട് കറുത്ത് പോകും. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരി നോക്കുമ്പോൾ രണ്ട് കളർ, ഇത് വേറൊരു കളർ. ഇപ്പം നമ്മുടെ പതാക പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അങ്ങനെ വന്ന് എൻ്റെ കാലിൽ മിക്കവാറും ഒരു പണി കിട്ടാറുണ്ട്. അങ്ങനെ പണി കിട്ടി വന്നപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കൂടെ യൂസ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ നല്ല എമൗണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ നാൽപ്പാമരാതി ഏലാതി അങ്ങനെയുള്ള മിക്കതും വാങ്ങിച്ചൊക്കെ യൂസ് ചെയ്ത് നോക്കി. വലിയ മാറ്റമൊന്നും തോന്നിയില്ല, ടാനൊന്നും പോയതായിട്ടൊന്നും തോന്നിയില്ല. തേക്കുന്ന 2 ദിവസം നല്ല മാറ്റമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞൊരു രീതി നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ കാണുന്ന സംഗതികൾ ഇത്രയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു തീരുമാനം എത്തിയത്. പക്ഷെ നല്ലൊരു ചെറിയ റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ 3 കളറായിരുന്നത് ഇപ്പോൾ ഒറ്റ കളറായിട്ടുണ്ട്. എന്തായാലും ഇതിൽ കാണുന്ന അത്രയൊന്നുമല്ല, ഒരു ചെറിയൊരു മാറ്റമുണ്ട് എന്തായാലും. അങ്ങനെ ആയി. എൻ്റെ മിക്ക ഫ്രണ്ട്സിനും അതങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ എന്തായാലും യൂട്യൂബിൽ കൂടെ കിടക്കട്ടെ, ഇപ്പോൾ എല്ലാം യൂട്യൂബിലല്ലേ എന്നുള്ള വിചാരത്തില്ല ഞാനങ്ങിട്ട്. ഇതൊന്നുമില്ല, ഇത് ഓട്സാണ്. ഇവിടെ ഷുഗറൊക്കെ ഉള്ളവരുടെ വീട്ടിൽ സാധാരണയായിട്ട് മിക്കവാറും കാണും ഓട്സ്. ഇത് ഫ്ലാക്സ് സീഡാണ്, മുടിക്ക് നല്ലതാണെന്നും പറഞ്ഞ് മേടിച്ചു ചെയ്ത് നോക്കിയതാണ്. മുടിക്ക് അത്ര നല്ലതല്ല, ഓക്കെ, കുറച്ച് തറയിലും പോയി. നല്ലതല്ലെന്നല്ല, ചെയ്യുന്നവർക്ക് കൊള്ളായിരിക്കും, നമ്മളെ മുടിയിലൊന്നും അത്ര നന്നായിട്ട് വന്നില്ല. അങ്ങനെ അത് ചീറ്റി. അപ്പോൾ എടുത്ത് പൈസ കൊടുത്ത് മേടിച്ചത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചുമ്മാ എടുത്ത് കാലും തേച്ചതാണ്. പക്ഷെ കാല് തേച്ച് നന്നായിട്ട് അത് ഇതായി മാറി. ഓക്കെ, അപ്പം ഇത് 3. പിന്നെ മുൾട്ടാണി വെട്ടി, ഇതെൻ്റെ കല്യാണ സമയത്തേക്ക് ബ്യൂട്ടീഷ്യൻ ചേച്ചി വെളുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. 2 ദിവസം ഇടവിട്ട് മുഖത്ത് എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ടിട്ട് തന്നതാണ്. അപ്പം യൂസ് ചെയ്ത് തന്നെ തന്നെയാണ് ഇത്രയും ബാലൻസ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം വീഡിയോ ചെയ്തപ്പോൾ എനിക്കത് യൂസായി. ഇത് 3 കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടങ്ങ് തേക്കുക. ഇത്രയാണ്, കുറച്ച് വെള്ളം മതി. ഞാനിപ്പം ഈ ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കട്ടിക്ക് തന്നെ തേക്കണം കേട്ടല്ലോ. ഇതിപ്പോൾ കട്ടി എത്തി കുറവായിട്ടിരിക്കുക, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചായി എടുത്തോളൂ ഞാൻ. നന്നായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് ഒരു ഓടായിട്ട് കിട്ടും. ആ ഒരു രീതിയിൽ ഇത് നമുക്ക് തേച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, പൊടിയൊന്നും പറക്കത്തൊന്നുമില്ല. ഇത് നന്നായിട്ട് ഉണങ്ങി നല്ല ഇതായിട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഒരു ദിവസം ചെയ്തിട്ട് 2ാമത്തെ ദിവസം മടി പിടിച്ചിരിക്കേണ്ട, 2-3 ദിവസം ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പല കളറായിരിക്കുന്ന കാല് ഒരൊറ്റ കളറായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈസി ട്രിക്കായിരുന്നു, പൈസ ലാഭമായിരുന്നു. സൺസ്ക്രീമൊക്കെ മേടിച്ച് ചുമ്മാ പൈസ കൊടുത്ത് കളയാനും നാൽപ്പാമരത്തിനെ കട്ടിയൊക്കെ വീട്ടിലിരുന്ന സാധനം വെച്ച് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്ത് നോക്കിയൊരു സംഗതിയാണ് കേട്ടോ. ഇങ്ങനെ പല പല സംഗതികൾ ഞാനിങ്ങനെ പരീക്ഷിച്ച് കുറേ കാര്യങ്ങളിപ്പോൾ നോക്കാറുണ്ട്. അങ്ങനെ വന്ന കാര്യങ്ങൾ അത് ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. എന്ത് പറ്റിയാന്ത് കല കട്ടിക്കായിട്ടിടണം, ഞാനിപ്പോൾ ലൈറ്റായിട്ട് ഇട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ഇട്ട് നോക്കി അത് പരീക്ഷിച്ചാൽ മതി. വേറെ സ്കിൻ ഇഷ്യൂസോ കാര്യങ്ങളോ എനിക്കൊന്നും വന്നിട്ടില്ല പൊതുവേ. എൻ്റെ സ്കിന്ന് വന്നിട്ട് ഇച്ചിരി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു വലിഞ്ഞൊരു ടൈപ്പ് സ്കിന്നും കൂടെ ആയിരുന്നു. അപ്പോൾ മിൽട്ടാണി വീട്ടിയിട്ടപ്പോൾ നന്നായിട്ടൊരു വരുമല്ലോ, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ, വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണ അതൊന്ന് തേച്ച് വിട്ടാൽ മതി, ആ വലിച്ചിലങ്ങ് മാറിക്കോളും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എൻ്റെ കാലിൽ ഒരു കുഴിനഖ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം നെയിൽ വന്നിട്ട് കുറച്ച് നല്ല മാറ്റമുണ്ട്, നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിനകത്തുനിന്നൊരു സംഗതിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ വരാറുണ്ട്. അല്ല, വരുന്ന സമയം നല്ല വേദന. അപ്പം അമ്മയൊക്കെ പറയാറുണ്ട് നാരങ്ങ വെച്ചാൽ മതി, അതിൻ്റെ വേദന കുറയും. വെക്കുന്ന സമയത്തേ ഉള്ളൂ. കറ്റാർവാഴ, നാരങ്ങ, മഞ്ഞളൊക്കെ വാരി വലിച്ച് കെട്ടി ഈർത്തൊക്കെ നടന്നു, പക്ഷെ ഒരു മാറ്റവും വന്നില്ല. പിന്നെ എന്തൊക്കെയോ മരുന്നൊക്കെ പറഞ്ഞു, മരുന്നൊന്ന് മേടിച്ചത് നോക്കി, വലിയ മാറ്റമൊന്നുമില്ല. ഒരു സൈസ് പുകഞ്ഞു വരുന്നൊരു തുള്ളിമരുന്ന് പോലെയൊക്കെ ഇരിക്കും, അതൊക്കെ ഞാൻ ഇട്ട് നോക്കിയായിരുന്നു. എൻ്റെ പേരെന്താ, ഒരു ആസിഡ്, അതായിരുന്നു. അത് ഇടുന്ന സമയത്ത് മാത്രം നല്ല സുഖമുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങനെ വന്നു. ഇപ്പോൾ അതിനുശേഷം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഹോമിയോയുടെ ഒരു മെഡിസിൻ എടുത്തപ്പം ഒരു തുള്ളിമരുന്നുണ്ടായിരുന്നു, അതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചുമ്മാ അതൊന്നും എടുത്ത് ഒഴിച്ച് നോക്കിയപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഇത്ര ഈ ഒരു കാണുന്ന ലെവലിലോട്ട് ഈ നഖം അങ്ങനെ എത്തിയിട്ടുള്ളത്. എനിക്ക് വേദന കുറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ എനിക്ക് ചെയ്ത് നോക്കി വർക്കൗട്ടായി, ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. നോർമലായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. 2 തുള്ളി 3 തുള്ളിയൊക്കെ ഒന്ന് വെച്ച് നോക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണെന്ന് തോന്നുന്നു. അല്ല ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണിച്ച് നോക്കുന്നത് വെച്ചാൽ വീട്ടിൽ നമുക്കുള്ള വേസ്റ്റ്
നമുക്ക് കളയാൻ പറ്റുന്ന സംഗതിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കിയത് കേട്ടോ. ഞാൻ ഇതങ്ങ് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ കുളിക്കാനായിട്ട് പോവാം. ഞാനിപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് നോക്കിയത് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പെട്ടെന്ന് നാളെ രാവിലെ തന്നെ കാലൊക്കെ വെളുത്ത് അങ്ങ് പാറും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെറിയ മാറ്റം വന്ന് നമുക്ക് ആ ഒരു വെയിലടിച്ച് ഇപ്പോൾ ഈ അതിൻ്റെ ആ ഒരു സൂര്യൻ്റെ ഈ ഒരു ഇഷ്യൂ വരുന്നത് നന്നായിട്ടൊരു മാറ്റം വരുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെ സംഗതി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, ബൈ.